ഹായ്, പല ആപ്ലിക്കേഷൻസുകളും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്ന നമുക്ക് ഓരോ ആപ്ലിക്കേഷൻസുകൾക്കും എന്തൊക്കെ പെർമിഷനാണ് നമ്മൾ അലോ ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ടു മനസ്സിലാക്കാം. എന്തിനാണ് ഇത് ഇങ്ങനെ ചെക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അനാവശ്യമായിട്ടുള്ള പെർമിഷൻ കൊടുത്തതോടുകൂടി നമ്മുടെ അനുമതിയോടുകൂടി തന്നെ നമ്മുടെ ഡാറ്റകൾ അവർക്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഉണ്ട്. ഇത് നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത്? ഇതൊക്കെ നമ്മൾക്ക് ഒഴിവാക്കാം. ആവശ്യമുള്ള പെർമിഷൻ മാത്രം നിലനിർത്തി അനാവശ്യ പെർമിഷനുകൾ നമുക്കിതിൽ നിന്നും റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ വളരെ സേഫായിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് വാട്സപ്പിൽ നമുക്ക് ഒരുപാട് പെർമിഷനുകൾ അലോ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ മൈക്രോഫോൺ പെർമിഷൻ കൊടുക്കണം, അതുപോലെ തന്നെ ക്യാമറ പെർമിഷൻ കൊടുക്കണം, ഗാലറി പെർമിഷൻ കൊടുക്കണം, അതുപോലെ തന്നെ നമ്മുടെ കോൺടാക്റ്റ് പെർമിഷൻ കൊടുക്കണം. ഇങ്ങനെ ഒരുപാട് പെർമിഷൻ കൊടുത്താലല്ലാതെ വാട്സപ്പ് വർക്കാകുകയില്ല. എന്നാൽ ഇത്രയും പെർമിഷൻ നമ്മൾ മറ്റുള്ള ആപ്ലിക്കേഷൻസുകൾക്ക് എന്തിനു കൊടുക്കണം? നമുക്ക് വിശദമായിട്ട് ഇന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ചെക്ക് ചെയ്യുന്നത് വളരെ അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, ഇങ്ങനെയുള്ള പെർമിഷനുകളൊക്കെ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസുകൾക്ക് കൊടുക്കണോ വേണ്ടയോ എന്ന്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് ഓരോരോ ആപ്ലിക്കേഷൻ വെവ്വേറെ ചെക്ക് ചെയ്യുന്നതിന് പകരം നമ്മുടെ മൊബൈലിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് ഉണ്ട്. നമുക്കതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ സാംസങ് മൊബൈലാണ് കാണിക്കുന്നത്. നിങ്ങളുടെ മൊബൈൽ ഏതാണെങ്കിലും ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന സെറ്റിംഗ്സുകൾ നിങ്ങൾക്ക് കൃത്യമായി കാണാൻ വേണ്ടി ഞാനൊരു ട്രിക്ക് കൂടി പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സ്കാൻ ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. ലുക്സ് ഗുഡ്, നോ സെക്യൂരിറ്റി ഇഷ്യൂസ് എന്ന് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും. അതായത് സെക്യൂരിറ്റി സംബന്ധമായിട്ടുള്ള ഒരു ഇഷ്യൂസും ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈലിലില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മൊബൈൽ നല്ല സ്മൂത്തായിട്ട് എനിക്ക് ഉപയോഗിക്കാനും സാധിക്കും. അതുപോലെ തന്നെ ബാറ്ററി ഇഷ്യൂസ്, അതുപോലെ തന്നെ ഹീറ്റാകുന്ന പ്രശ്നം, ലാഗിങ് പ്രശ്നം ഒന്നും തന്നെ എനിക്ക് വരാൻ ചാൻസ് ഇല്ല. ഇവിടെ 5 കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ലോക്ക് സ്ക്രീൻ, അതുപോലെ തന്നെ അക്കൗണ്ട് സെക്യൂരിറ്റി എന്നും, അതുപോലെ തന്നെ ലോസ്റ്റ് ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്നും, ആപ്പ് സെക്യൂരിറ്റി എന്നും, അപ്ഡേറ്റ്സ് എന്നും 5 കാര്യങ്ങൾ. അതിൻ്റെ 5 കാര്യത്തിൻ്റെയും വലതുവശത്ത് ഗ്രീൻ ടിക്ക് മാർക്കും കാണാം. ഇനി നിങ്ങളുടെ മൊബൈലിൽ ഏതെങ്കിലും ഭാഗത്ത് യെല്ലോ ടിക്ക് മാർക്കാണ് അല്ലെങ്കിൽ റെഡ് ആണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഭാഗം ക്ലിക്ക് ചെയ്യുക. ഉദാഹരണത്തിന് ഞാനിപ്പോൾ അക്കൗണ്ട് സെക്യൂരിറ്റി എന്ന ഭാഗത്ത് ഇപ്പോൾ എൻ്റെ മൊബൈലിൽ ഗ്രീൻ കളറല്ല യെല്ലോ കളറാണ് അല്ലെങ്കിൽ റെഡ് കളറാണെങ്കിൽ ഞാൻ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 2 ഓപ്ഷൻസുകൾ കാണിക്കുന്നുണ്ട്. സാംസങ് അക്കൗണ്ട് സെക്യൂരിറ്റി എന്നും ഗൂഗിൾ അക്കൗണ്ട് സെക്യൂരിറ്റി എന്നും 2 സെക്യൂരിറ്റി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ സൈൻ ചെയ്തതോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പ്രശ്നങ്ങളായതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ആ ഇഷ്യൂസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ തന്നെ കാണിക്കും. ഇവിടെ ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് ടിക്ക് മാർക്ക് ഗ്രീൻ കളർ അല്ലാത്തത് അവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ടുകൾ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ ഏതിലാണ് ഇഷ്യൂസ് ഉള്ളത് അവിടെ കാണിക്കും. ഉടനെ തന്നെ നിങ്ങൾക്കത് സോൾവ് ചെയ്യാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് അവിടെ തന്നെ ഉണ്ട്. ഞാൻ അവിടുന്ന് വേക്ക് വരികയാണ്. ഇനി നമുക്കൊന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ്സ് ഉണ്ട്. ഇവിടെ പെർമിഷൻ മാനേജർ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്കിവിടെ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണുന്നില്ല എങ്കിൽ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം എന്ന്. അതായത് സെറ്റിംഗ്സിൻ്റെ സെർച്ച് ബാറിൽ പെർമിഷൻ മാനേജർ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. എല്ലാ മൊബൈലിലും പെർമിഷൻ മാനേജർ എന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ഓപ്ഷൻസ് ഇല്ല എങ്കിലും നമ്മൾ കൊടുത്ത പെർമിഷനാണല്ലോ പ്രധാനം. അത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ പെർമിഷൻ മാനേജറിൻ്റെ അകത്താണ് ഉണ്ടാകുക. നമുക്ക് പെർമിഷൻ മാനേജർ എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ക്യാമറ പെർമിഷൻ കൊടുത്ത ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ കാണാൻ സാധിക്കും. കോൾ ലോഗ്, കലണ്ടർ, അതുപോലെ തന്നെ കോൺടാക്ട്സ്, ഫയൽസ്, അതുപോലെ തന്നെ ലൊക്കേഷൻ, മൈക്രോഫോൺ എല്ലാം നിങ്ങൾ ഇവിടെ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ഓരോ പെർമിഷനിലും നിങ്ങൾക്കിവിടെ നോക്കിക്കാണാൻ സാധിക്കും. കലണ്ടർ ഞാനിപ്പോൾ 14 ആപ്ലിക്കേഷൻസിൽ അലോഡ് ആയിട്ടുണ്ട്. പക്ഷേ 9 മാത്രമേ ഞാനിവിടെ അലോഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഡോൺ അലോ കൊടുത്തതാണ്. നമുക്ക് ഓരോ ആപ്ലിക്കേഷൻസിൽ വെവ്വേറെ ചെക്ക് ചെയ്യാതെ തന്നെ ഈ ഒരു ഓപ്ഷനിലൂടെ നമുക്കിതെല്ലാം കണ്ടെത്താൻ കഴിയും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് അതുകൊണ്ടാണ്.
ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്യാമറ 53 ആപ്ലിക്കേഷനിൽ അലോഡ് ആയിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് വെറും 27 ആപ്ലിക്കേഷനിലാണ്. ബാക്കിയുള്ളത് എന്തുകൊണ്ട് കൊടുത്തിട്ടില്ല? നമുക്ക് ആ ക്യാമറ എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ എന്തൊക്കെ ആപ്ലിക്കേഷനിലാണ് അലോഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ നോട്ട് അലോഡ് ആയിട്ടുള്ളത് എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരുപാട് ആപ്ലിക്കേഷൻസുകളുണ്ട്. ഇതിനൊക്കെ ക്യാമറ അലോട്ട് ആയിട്ടുള്ളതാണ്. പക്ഷേ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ അലോഡ് ഓൺലി വൈൽ ഇൻ യൂസിങ് എന്ന ഭാഗത്താണ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ താഴേക്ക് വരുമ്പോൾ നോട്ട് അലോഡ് എന്ന ഭാഗത്ത് നിങ്ങൾക്കിവിടെ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ കാണാൻ സാധിക്കും. ഇതൊന്നും ഞാൻ അലോ ചെയ്ത് കൊടുക്കാത്തതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ആപ്ലിക്കേഷൻസിൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ പെർമിഷൻ ചോദിക്കും. പക്ഷേ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ കൊടുത്തു പോയി എങ്കിലും ഇവിടെ അലോ പെർമിഷൻ എന്ന ഭാഗത്ത് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. ഞാനിപ്പോൾ അലോഡ് ഓൾ ദ ടൈം എന്ന ഭാഗത്ത് നോ ആപ്സ് ആണ് കാണിക്കുന്നത്. അതായത് ഞാൻ ഒന്നിലും അലോ പെർമിഷൻ കൊടുത്തിട്ടില്ല. എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് ആ സമയത്ത് ഇത് ഓപ്പൺ ആകണം അല്ലെങ്കിൽ ഈ പെർമിഷൻ അലോ ആയി കൊടുക്കണം എന്ന ഭാഗമാണ് ഞാൻ സെലക്ട് ചെയ്തത്. അതായത് ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം ഞാൻ ഓപ്പൺ ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 3 ഓപ്ഷൻ. അതായത് അലോ ഓൺലി വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ആ ഭാഗത്തേക്കാണ് ഞാൻ മാറ്റി കൊടുത്തത്. ഇതിൽ നമുക്ക് ആപ്ലിക്കേഷൻ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് ആ സമയത്ത് ഇത് വർക്കാവും, എപ്പോഴാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് ആ സമയത്ത് നിന്ന് ഇത് പെർമിഷൻ ക്ലോസ് ആകുകയും ചെയ്യും. അതാണ് അലോ ഓൺലി വൈൽ യൂസിങ് ദ ആപ്പ്. ഡോൺ അലോ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, അതായത് ഈ ആപ്ലിക്കേഷന് ക്യാമറ പെർമിഷൻ വേണ്ട എങ്കിൽ ഡോൺ അലോ കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ കാണിച്ച ആ ഡോൺ അലോ എന്ന ഭാഗത്തേക്ക് മാറും. ഉദാഹരണത്തിന് ഞാനിപ്പം വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. ഇവിടെ ഡ്രൈവിൽ നമ്മൾക്കിപ്പോൾ പെർമിഷൻ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡോൺ അലോ ആണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ നേരെ നമുക്കിപ്പോൾ ഇതിന് ക്യാമറ പെർമിഷൻ്റെ ആവശ്യം ഇല്ല. ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഒരു ഫയൽ നമുക്ക് സ്കാൻ ചെയ്യണമെങ്കിലൊക്കെ ഇതിൽ ചിലപ്പോൾ നമുക്ക് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ കണ്ടെത്തുക, അതിന് ഡോൺ അലോ കൊടുത്താൽ മതി. അപ്പോൾ ഓരോ ആപ്ലിക്കേഷൻ വെവ്വേറെ നോക്കാതെ തന്നെ നമുക്കൊരു പെർമിഷൻ്റെ അകത്ത് പോയിട്ട് അതിലേതെല്ലാം ആപ്ലിക്കേഷൻ ഉണ്ട് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചത്. ഇപ്പോൾ നോട്ട് അലോഡ് എന്ന ഭാഗത്തേക്ക് മാറിയത് ഞാൻ നേരത്തെ അലോ പെർമിഷൻ ഉള്ളതിൽ നിന്നും മാറ്റിയത് കൊണ്ടാണ്. ഇവിടെ നോട്ട് അലോഡ് എന്ന ഭാഗത്ത് ഇതൊക്കെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഫേസ്ബുക്കിന് പോലും ഞാൻ ക്യാമറ പെർമിഷൻ ഇവിടെ കൊടുത്തിട്ടില്ല. അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഡോൺ അലോ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നോട്ട് അലോഡ് എന്ന ഭാഗത്തേക്ക് മാറും. ഇപ്പോൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ കോണ്ടാക്ട്സ് എന്നത് 60 ആപ്ലിക്കേഷൻസുകൾ അലോഡ് ഉണ്ട്. അതുപോലെ തന്നെ 32 ആപ്ലിക്കേഷൻസ് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. കോണ്ടാക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അലോഡ് എന്ന ഭാഗത്ത് തന്നെ ഇവിടെ ഇത്രയും ആപ്ലിക്കേഷൻസിൽ കോണ്ടാക്റ്റ് പെർമിഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നോട്ട് അലോഡ് എന്ന ഭാഗത്താണ് ബാക്കിയുള്ളതൊക്കെ ഉള്ളത്. അങ്ങനെ നിങ്ങൾ ഈ പെർമിഷൻ മാനേജറിൻ്റെ അകത്ത് പോയിട്ട് ഓരോരോ ഭാഗങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ പെർമിഷൻ, കോണ്ടാക്റ്റ് പെർമിഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ ഗാലറി പെർമിഷൻ, ലൊക്കേഷൻ പെർമിഷൻ, ഇതൊക്കെ ഏതൊക്കെ ആപ്ലിക്കേഷനാണ് നിങ്ങൾ അലോ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിൽ വേണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അതിൽ നിന്നും ആ സമയത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം കൊടുത്താൽ മതിയെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച ഓപ്ഷൻ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഡോണ്ട് അലോ കൊടുക്കുക. ഇങ്ങനെയാകുമ്പോൾ നിങ്ങൾ കൊടുത്ത പെർമിഷൻ അബദ്ധത്തിൽ കൊടുത്തതാണെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഫയലുകളൊക്കെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ വേണ്ടി ഈ ഒരു രൂപത്തിൽ നിങ്ങളുടെ മൊബൈൽ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.